ഹിമ, നിനക്ക് എന്താടോ പറ്റിയത്? അറിയില്ല സഖാവേട്ട, എനിക്കറിയില്ല. പോണു സാറേ. നിർത്ത്. ബാക്കിട്. നീ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. നേരാണോടി? എത്രയാടി റേറ്റ്? അതിനവള് സിറ്റിയിലെ ഏമാമാർക്ക് മാത്രമേ കൊടുക്കൂ സാറേ. ഇവിടെ എല്ലാരോടും പുച്ഛവാ. എന്തായിരുന്നു പുകില്? സെക്രട്ടേറിയറ്റ് മാർച്ച്, ഖരാവോ, കളക്ടറേറ്റ് ധർണ, മന്ത്രിമന്ദിര ഉപരോധം, വനിതാ കമ്മീഷൻ, അവളുടെ അച്ഛൻ്റെ മറ്റേ കമ്മീഷൻ. ഭാവം, ആ മന്ത്രിയുടെ പണി പോയത് മിച്ചം. വിട്ടുകള സാറേ, അന്നത്തെ ലിസ്റ്റിൽ തന്നെ 47 പേരാ. പോരാത്തതിന് ബിസിനസ്സായി തുടങ്ങിയപ്പോ എത്ര എണ്ണം ആർക്കറിയാം? ചിലപ്പോ എയ്ഡ്സ് വരെ കാണും. നിന്നെ ഞാൻ എടുത്തോളാം. വണ്ടി എടുക്ക്. മന്ത്രി രാജിവെക്കുക. ഹിമയുടെ ശരീരം പിച്ചി ചീന്തിയവരെ അറസ്റ്റ് ചെയ്യുക. ദയവായി നിങ്ങൾ പിരിഞ്ഞു പോണം. അകത്തേക്ക് ആരെയും കടത്തിവിടാൻ പറ്റില്ല. എടുത്ത് വണ്ടിക്കട്ടു. അന്ന് പൊന്മുടി ഗസ്റ്റ് ഹൗസിൽ മിനിസ്റ്ററോടൊപ്പം എത്ര പേരുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? സഹോദരന്റെ ജോലിക്ക് വേണ്ടിയാണോ മന്ത്രി കാഴ്ചവെച്ചത്? ഇവ മയക്കുമരുന്നിന് അടിമയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എന്ന ആരോപണം ശരിയാണോ? പറഞ്ഞാൽ എന്താ മുത്തുകുഴിയോടി പറഞ്ഞു കൊടുക്കണേ. മന്ത്രി എത്ര ലക്ഷം രൂപയാണ് തന്നത്? തെളിവെടുപ്പിനായാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദയവായി ശല്യം ചെയ്യരുത്. കുട്ടിയാകെ അപ്സെറ്റ് ആണ്. മോളുവാ. ഒരു രീതിയിലും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത തികച്ചും വ്യക്തിഹത്യ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരാരോപണമാണിത്. അപ്പൊ പീഡന കേസിൽ അങ്ങേക്ക് പങ്കില്ലെന്നാണോ? പങ്കില്ലെന്ന് മാത്രമല്ല, ഈ പീഡന കഥ തന്നെ വെറും കെട്ടുകഥയാണെന്നുള്ള സത്യം നിങ്ങൾ ജനങ്ങളെ അറിയിക്കും. കേസ് തേച്ച് മനസ്സിൽ കളയാൻ അങ്ങ് ലക്ഷങ്ങൾ ചെലവാക്കുന്നു കേട്ടല്ലോ, ശരിയാണോ? ആരോപണത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ്. മാത്രമല്ല, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുകൂടെയില്ല. പിന്നെങ്ങനെയാ? പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അനാശാസ്യ പ്രവൃത്തികൾ ഏർപ്പെട്ട് സമൂഹത്തിനെ നശിപ്പിക്കുന്ന ഒരു പെണ്ണാണ് ഈ ഹിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പണത്തിന് വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കാൻ മടിക്കാത്തവളാണ് ഈ കെട്ടുകഥയിലെ നായിക. ഹിമ പെൺവാണിഭ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഹിമ ഒരു മയക്കുമരുന്ന് ലോബിയിലെ പ്രധാന കണ്ണിയായിരുന്നുവെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹിമയെ സഹോദരന്റെ സംരക്ഷണയിൽ കോടതി വിട്ടയച്ചു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഞെളിഞ്ഞിരിക്കുന്നുണ്ടില്ലേ? പുറത്തിറങ്ങാൻ വയ്യാണ്ടായി ഒരുമ്പെട്ടവള് കാരണം. ഓ, ഒന്നും അറിയാത്തവളെ പോലെ ശീലാവധി ചമഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എങ്ങനെ ആ തള്ളയ്ക്കുണ്ടായതല്ലേ? ഓ, 10 ഗുണം 10 ഗുണം. നിർത്തണേ. എന്റെ അമ്മേനെ പറഞ്ഞാലുണ്ടല്ലോ, തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല ഞാൻ. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല മനുഷ്യ. ഈ തേവിടിശേനെ തല്ലിക്കൊല്ലു. ഇവളിവിടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. ഞാൻ കാരണം ആരും ഇവിടുന്ന് പോണ്ട. എന്നെ കരുതി ആരും വിഷമിക്കുകയോ വേണ്ട. ഞാൻ പോവാ.
ഏട്ടനെന്ന് പറയുന്നതിനോട് പുച്ഛ എനിക്കിപ്പോ. ഒരു ദിവസമെങ്കിലും ആണായിട്ടൊന്ന് ജീവിക്ക്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പോകാൻ ഇറങ്ങിയെങ്കിലും ഒരു തിരിച്ചു വിളി അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാം മറക്കാനൊരു തിരിച്ചു വിളി. പക്ഷെ പോവാ, ആർക്കും ഭാരമാവില്ല ഞാൻ. പോവാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കണ്ണിൽ കണ്ടവർക്കൊക്കെ എന്നെ കാഴ്ചവെച്ച് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ നേടിയിട്ടും മന്ത്രിയുടെ പല്ലുകൾ ചെന്നായ്ക്കളെ പോലെ കടിച്ചു കീറിയപ്പോഴും എനിക്ക് ഇത്രയും വേദനിച്ചിരുന്നില്ല. അന്ന് നീറുന്ന മനസ്സിൽ ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഏട്ടനൊരു ജോലി കിട്ടിയല്ലോ എന്ന ആശ്വാസം. പക്ഷേ എന്നെ ആ ഏട്ടനും എന്താ പോരുന്നോ? ഭക്ഷണം വാങ്ങിച്ചു തരൂ. കേറിക്കോ കേറിക്കോ. ആരെങ്കിലും കാണുന്നുമ്പോ ഒന്ന് പെട്ടെന്ന് കയറുവണ്ണേ. എന്താ ഒന്നും കഴിച്ചില്ലേ? തുണി എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങ വേണേ. എന്താ നോക്കുന്നേ? എന്നാ എന്തെങ്കിലും വാങ്ങി കഴിക്കേ. ഇത് പോരാ. നീ ആള് കൊള്ളാലോ. ദാ എന്താ പോകുന്നില്ലേ?
അതും കൂടെ ഇങ്ങോട്ട് ദാ. അതൊരു തിരിച്ചറിവായിരുന്നു. ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തിയ തിരിച്ചറിവ്. അല്പം ആശ്വാസം തോന്നി. എങ്കിലും ആലോചിച്ചപ്പോൾ ഒരു വല്ലായ്മ. ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. ആശ്രയം നഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെയായാൽ ഈ ലോകം വേശ്യകളെ കൊണ്ട് നിറയില്ലേ? അങ്ങനെയാണ് വാർക്കപ്പണിക്കിറങ്ങിയത്. അവിടെയും പരിചയമില്ലാത്ത ജോലിയുടെ വേദനയായിരുന്നു. അല്പാൽപമായി ഞാനതിനെ ഉൾക്കൊണ്ടു വന്നത്. പക്ഷേ അവിടെയും എവിടെയും ആശ്രയം നഷ്ടപ്പെട്ടപ്പോ മുല്ലപ്പൂക്കൾ മാത്രമാണ് എന്നെ ലാളിച്ചത്. പൂവിന് മാത്രമാണ് എന്നോട് ഇഷ്ടം തോന്നിയത്, സ്നേഹം തോന്നിയത്. ആ പൂവിന്റെ സ്പർശത്തിൽ ഒരാശ്വാസമുണ്ടായിരുന്നു, നേരിന്റെ തെളിർമയും. ആ യാഥാർത്ഥ്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും പതിയെ പതിയെ മറന്നു. പക്ഷേ ആ ഗന്ധം കച്ചവടത്തിന്റെ മുറവിളികൾക്കിടയിൽ ചതഞ്ഞമർന്ന ദുർഗന്ധമായി അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ ആ നേരിനെയും വെറുത്തു തുടങ്ങി.